ഓക്കെ, പ്രൊഡക്ഷൻ്റെ സമ്മറി നോക്കാം. പ്രൊഡക്ഷൻ is the outcome of the combined activity of four factors of production like land, labor, capital and organization. അല്ലേ, ഇവരുടെ എല്ലാവരുടെയും കമ്പൈൻഡ് ആക്ടിവിറ്റി കാരണം നടക്കുന്ന ഒരു സംഭവമാണ് പ്രൊഡക്ഷൻ. അല്ലേ, ഇവരൊക്കെയാണ് ഇൻപുട്ട് സൈഡ്. ഈ ഇൻപുട്ടിനെ ഒരു പ്രോസസ്സിലൂടെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് ആക്കുന്നു. അപ്പോൾ ഇവരെല്ലാവരും വേണം ഇതിനു വേണ്ടിയിട്ട്. ഇൻ സിമ്പിൾ ടേംസ് പ്രൊഡക്ഷൻ മീൻസ് ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി. യെസ്, ഒരു കാർപ്പൻ്റർ അദ്ദേഹത്തിന് കഴിവ് ആഡ് ചെയ്യുമ്പോഴാണ് അതൊരു ചെയറായിട്ട് മാറുന്നത്. അല്ലേ, സോ യൂട്ടിലിറ്റി ഓഫ് ഫോം ഉണ്ട്, അങ്ങനെ പലതുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് യൂട്ടിലിറ്റി ഓഫ് പേഴ്സണലാണ്. പേഴ്സണൽ യൂട്ടിലിറ്റി, നമ്മളെ കഴിവ് ഉപയോഗിക്കുന്നത്. യൂട്ടിലിറ്റി ഓഫ് ഫോം ഉണ്ട്, അതായത് വെറും ലോഗ് വുഡ് ആയിരുന്നത് നമ്മൾ അതിൻ്റെ ഫോം മാറ്റിയില്ലേ. ഫോമാണല്ലേ മാറ്റുന്നത്, അല്ലാണ്ട് മാറ്റർ ക്രിയേഷൻ അല്ല നമ്മളവിടെ വരുത്തണത്, ഫോമാണ് നമ്മൾ മാറ്റുന്നത്. അല്ലേ, അതിനൊരു ചെയറാക്കി മാറ്റി കുറേ ഫിസിക്കൽ ഇൻപുട്സും പോളിഷും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഫോം മാറ്റൂലേ. അപ്പോൾ അതാണ് ട്രാൻസ്ഫോമിങ് ദ ഫോം ഓഫ് എ മാറ്റർ ഇൻ ടു എ മാറ്റർ പോസസിങ് യൂട്ടിലിറ്റി. ഇനി അതൊക്കെ പോട്ടെ, നെക്സ്റ്റാണ് യൂട്ടിലിറ്റി ഓഫ് പ്ലേസ്. ഇപ്പോൾ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉള്ളിലൊക്കെ കിടക്കുന്നതിന് ഗോൾഡിനൊക്കെ നമ്മൾ പുറത്തേക്ക് എടുക്കില്ലേ മൈൻ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ എടുക്കുന്നതും യൂട്ടിലിറ്റി ഓഫ് പ്ലേസ് ആണ്. അതേപോലെ തന്നെ യൂട്ടിലിറ്റി ഓഫ് പ്ലേസ് ആണ് കാശ്മീരിൽ കുറേ ആപ്പിൾസ് ഉണ്ട്, കേരളത്തിൽ ആപ്പിൾ ഇല്ല. അപ്പം അതിന് മോർ യൂട്ടിലിറ്റി ഉള്ളിടത്തേക്ക്, മോർ ഉപയോഗം ഉള്ളിടത്തേക്ക് അതിനെ കൊണ്ടുവരിക എന്ന് പറയുന്നതും എന്താണ്, പ്ലേസ് ചേഞ്ച് ചെയ്യുന്നതാണ്. അതുപോലെയാണ് യൂട്ടിലിറ്റി ഓഫ് ടൈം. ഇപ്പം നമ്മൾ സമ്മർ സീസണിലാണ് ഈ ചെറിയൊക്കെ ഹാർവെസ്റ്റ് ചെയ്തെടുത്തത്. അപ്പം ഇനി അത് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സീസണൽ ഫ്രൂട്ട്സ് ആണല്ലോ അതൊക്കെ. അപ്പം ഇനി അത് ഹാർവെസ്റ്റ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് സീസൺ വരണം. അപ്പോൾ ആ സമയത്തേ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് സീസൺ വരെ അതിനെ എന്ത് ചെയ്യണം, അതിനെ സ്റ്റോർ ചെയ്ത് വെക്കണം. ആ സ്റ്റോർ ചെയ്ത് വെക്കൂലേ, അതാണ് യൂട്ടിലിറ്റി ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എപ്പോഴാണോ അത് ആവശ്യം വരുന്നത് അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പേഴ്സണൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ സർവീസ് കൊടുക്കുക, ഡോക്ടർ സർവീസ് കൊടുക്കുന്നു, ടീച്ചർ ടീച്ച് ചെയ്യുന്നു, അതൊക്കെ. ഇനി പ്രൊഡക്ഷൻ ഡസ് നോട്ട് ഇൻക്ലൂഡ് വർക്ക് ഡൺ ഔട്ട് ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ, അല്ലെങ്കിൽ വോളണ്ടറി സർവീസ്, അല്ലെങ്കിൽ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഫോർ സെൽഫ് കൺസംഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻറ്റൻഷൻ ടു എക്സ്ചേഞ്ച് ഇൻ ദ മാർക്കറ്റ് ഈസ് ആൻ എസെൻഷ്യൽ കോമ്പോണൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും. നമുക്ക് എപ്പോഴും ഇത് വിൽക്കാനുള്ളതാണ്, ഇത് മാർക്കറ്റിൽ എക്സ്ചേഞ്ച് ചെയ്യാനുള്ളതാണെന്നുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പ്രൊഡക്ഷൻ. അല്ലാതെ ഒരു ഹൗസ് വൈഫ് ഉണ്ടാക്കുമ്പോൾ അതൊരു ലവും എഫെക്ഷനിലും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതൊന്നും എന്തല്ല, അതൊരു പ്രൊഡക്ഷനേ അല്ല. പക്ഷേ ഒരു ചായക്കടയിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് പ്രൊഡക്ഷനാണ്, ബിക്കോസ് അത് മാർക്കറ്റിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്, കാശ് കൈമാറുന്നുണ്ട്. ഇനി ലാൻഡ് ഇൻക്ലൂഡ്സ് ഓൾ ദോസ് ഫ്രീ നാച്ചുറൽ റിസോഴ്സസ് ഹൂ സപ്ലൈ ഫോർ ദി എക്കോണമി ആസ് എ ഹോൾ ഈസ് ഫിക്സ്ഡ്. അല്ലേ, ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിക്സ്ഡ് ആയിട്ടാണ് അതിൻ്റെ സപ്ലൈ എടുക്കുന്നത്. അല്ലേ, ഇനി ഇതിലും കൂടോ ഒന്നും നമുക്കറിയില്ല. ഇതിലും കൂടില്ലല്ലോ, ഇത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഒരു ഫേമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫേം വിചാരിക്കുമ്പോൾ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ആണല്ലേ സപ്ലൈ ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞാൽ. പൈസ ഉണ്ടെങ്കിൽ നമുക്കത് വാങ്ങാൻ പറ്റും, ഡിമാൻഡ് ചെയ്താൽ നമുക്ക് കിട്ടും. ലേബർ ഈസ് ഓൾ ഹ്യൂമൻ എഫേർട്സ് ഓഫ് ബോഡി ഓർ മൈൻഡ് അണ്ടർഗോൺ പാർട്ട്ലി ഓർ ഹോൾലി വിത്ത് എ വ്യൂ ടു സെക്യൂർ എൻ ഇൻകം അപ്പാർട്ട് ഫ്രം ദ പ്ലഷർ ഡിറൈവ്ഡ് ഡയറക്ട്ലി ഫ്രം ദ വർക്ക്. അല്ലേ, അതായത് എല്ലാവിധ ബോഡി കൊണ്ടും മൈൻഡ് കൊണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ആണല്ലേ ലേബർ എന്ന് പറഞ്ഞാൽ. അതെന്ന് പറഞ്ഞാൽ മെയിൻ ലക്ഷ്യം ഇൻകം ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പാർട്ട് ഫ്രം ദ പ്ലഷർ, നമുക്കൊരു ഇഷ്ടം ഉണ്ടാവും ആ ജോലി ചെയ്യാൻ, എന്നാലും ഇൻകം ആയിരിക്കും മെയിൻ പ്രയോറിറ്റി. പിന്നെ ക്യാപിറ്റൽ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് വെൽത്ത് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഓർ കമ്മ്യൂണിറ്റി വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഫർദർ പ്രൊഡക്ഷൻ ഓഫ് വെൽത്ത്. വെൽത്ത് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി വെൽത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് കൺസെപ്റ്റാണ്, ഇൻകം ആണല്ലേ, ഫ്ലോ കൺസെപ്റ്റ്. എല്ലാ മാസവും കിട്ടുന്നു അല്ലെങ്കിൽ എല്ലാ ദിവസവും കിട്ടുന്നു വേജായിട്ട്. അപ്പോൾ അതൊരു ഫ്ലോ കൺസെപ്റ്റാണ്. പക്ഷേ ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലപ്പോഴൊക്കെ ഒരു അത്രയും സം ഓഫ് മണി നമ്മൾ സ്റ്റോക്ക് കൺസെപ്റ്റാണ്, വല്ലപ്പോഴും മാത്രമാണ് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എ സ്റ്റോക്ക് കൺസെപ്റ്റാണ്, റെഫേഴ്സ് ടു പ്രൊഡ്യൂസ്ഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. യെസ്, ഇതെന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ്ഡ് മീൻസ് ആണ്. അതായത് ഈ ക്യാപിറ്റൽ വെച്ച് എന്താ ശരിക്കും ചെയ്യുന്നത്, മെഷീൻസ് ഉണ്ടാക്കുകയാണല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് മാൻമെയ്ഡ് മെഷീൻസ് ആണ്, അത് പ്രൊഡ്യൂസ്ഡ് ആണല്ലേ. ആൻഡ് മെറ്റീരിയൽസ് വിച്ച് ആർ യൂസ്ഡ് ഫോർ ഫർദർ പ്രൊഡക്ഷൻ, ഇറ്റ് കംപ്രൈസസ് ഓഫ് മാൻമെയ്ഡ് മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ് വിച്ച് ആർ യൂസ്ഡ് ഫോർ ഫർദർ പ്രൊഡക്ഷൻ. ഇനി ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ട്, ഓൾസോ നോൺ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ്.
ക്യാപിറ്റൽ ഫോർമേഷൻ എന്തെന്നാ പറയാം, ക്യാപിറ്റൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്യൂച്ചറിൽ ക്യാപിറ്റൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഫ്യൂച്ചറിൽ ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അല്ലേ, മെഷീൻസൊക്കെ ഫ്യൂച്ചറിൽ ഉണ്ടെങ്കിലാണ് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. മെഷീൻസ് ഒന്നുമില്ല, കൺസ്യൂമർ ഗുഡ്സ് ആണ് ഫ്യൂച്ചറിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കണേ, കൺസ്യൂമർ ഗുഡ്സ് മാത്രം അയക്കാനില്ല, അതൊക്കെ ഉപയോഗിച്ച് കൺസ്യൂം ചെയ്ത് പോവും. പിന്നെ നമുക്ക് ഇനി അടുത്ത പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വല്ല ഗുഡ്സ് ഉണ്ടോ, വല്ല വഴിയുണ്ടോ? അപ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 3 സ്റ്റേജസ് ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ സേവ് ചെയ്യുക, മീൻസ് എ സസ്റ്റൈനഡ് ഇൻക്രീസ് ഇൻ ദ സ്റ്റോക്ക് ഓഫ് റിയൽ ക്യാപിറ്റൽ ഇൻ എ കൺട്രി. റിയൽ ക്യാപിറ്റൽ കൂട്ടാനാണ് നോക്കേണ്ടത്. ക്യാപിറ്റൽ പലതും ഉണ്ടല്ലേ, സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ ഉണ്ട്, ടാഞ്ചിബിൾ ക്യാപിറ്റൽ ഉണ്ട്, ഇൻടാഞ്ചിബിൾ ഒക്കെ ഉണ്ടല്ലേ. സർക്കുലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സൈക്കിളിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ, അപ്പം അതിൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് റിയൽ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. ദർ ആർ മെയിൻലി 3 സ്റ്റേജസ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ: സേവിങ്സ്, വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ എബിലിറ്റി ടു സേവ് ആൻഡ് വില്ലിങ്നെസ് ടു സേവ്. നമുക്ക് സേവ് ചെയ്യാനുള്ള എബിലിറ്റി വേണം, വില്ലിങ്നെസ്സും വേണം. ഒരു മിനിറ്റ്, അവിടെ ഈ ക്യാപിറ്റൽ പലതരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിൽ ഈ ഫിസിക്കൽ ക്യാപിറ്റലായിരുന്നു ഞാൻ ഫസ്റ്റ് പറഞ്ഞതല്ലേ. അപ്പോൾ ആ ക്യാപിറ്റലും റിയൽ ക്യാപിറ്റലും തമ്മിൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആണ്, അത് സമയത്തിനെയാണ് പറഞ്ഞത്, അതായത് ഫിക്സ്ഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അപ്പം ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അതായത് സാധാരണ മെഷീൻസൊക്കെ നമ്മൾ ലോങ് പീരീഡ് ഓഫ് ടൈമിന് വേണ്ടിയിട്ട് വാങ്ങൂലേ, അത്. ഇനി ഇവിടെ ഈ റിയൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതിൽ ഇതെല്ലാതും പെടും, ബിൽഡിങ്ങും മെഷീൻസും ഒക്കെ പെടും. അതുകൊണ്ടാണ് റിയൽ ക്യാപിറ്റൽ വേണം സമൂഹത്തിൽ കൂട്ടണ്ടേന്ന് പറയുന്നത്. അപ്പം മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ അവൈലബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പ്രോഡക്ട്സ്. കണ്ടോ, അത് എങ്ങനെയാണ് നമ്മൾക്കത് മൊബിലൈസ് ചെയ്യാൻ പറ്റുക, ശേഖരിക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും പ്രോഡക്ട്സും ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ലാസ്റ്റിൽ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. ദ പ്രോസസ് വേർ ബൈ ദ റിയൽ സേവിങ്സ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ദ റിയൽ അസറ്റ്. ഓക്കെ. ഇനി ഓൺട്രപ്രണർ is a person who organizes the business, initiates the production, first step initiate ചെയ്യുന്നു, remunerates other factors of production. പിന്നെ ഇവരൊക്കെ ഒരുമിച്ച് കൊണ്ടുവരില്ലേ, അതായത് കോർഡിനേറ്റ്സ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. പിന്നെ അതേപോലെ തന്നെ ഇൻട്രൊഡ്യൂസസ് ഇന്നോവേഷൻ. അപ്പോൾ സ്കംപീറ്റർ പറഞ്ഞിട്ടുണ്ട്, ദ മെയിൻ റോൾ ഓഫ് എൻ ഓൺട്രപ്രണർ ഇസ് ടു ഇൻട്രൊഡ്യൂസ് ഇന്നോവേഷൻ, കണ്ടിന്യൂസ്ലി ഇൻട്രൊഡ്യൂസ് ഇന്നോവേഷൻ അല്ലേ. പിന്നെ ബിയേഴ്സ് ദ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റീസ് ഓഫ് ബിസിനസ്. ഇനി ദി ഒബ്ജക്റ്റീവ് ഓഫ് എൻ എൻ്റർപ്രൈസ് മേ ബി ബ്രോഡ്ലി കാറ്റഗറൈസ്ഡ് അണ്ടർ ദ ഫോളോയിങ് ഹെഡ്സ്: ഓർഗാനിക് ഒബ്ജക്റ്റീവ്, അതായത് സർവൈവൽ, ആദ്യം പിടിച്ചു നിൽക്കുക, പിന്നെ ഗ്രോത്ത്, പിന്നെ എക്സ്പാൻഷൻ, പിന്നെ 2-3 ഔട്ട്ലെറ്റ്സ് ഒക്കെ ഉണ്ടാക്കുക എക്സ്പാൻഡ് ചെയ്തിട്ട്, പിന്നെ എക്കണോമിക് ഒബ്ജക്റ്റീവ്, പിന്നെ സോഷ്യൽ ഒബ്ജക്റ്റീവ്, പിന്നെ ഹ്യൂമൻ ഒബ്ജക്റ്റീവ്, പിന്നെ നാഷണൽ ഒബ്ജക്റ്റീവ്. ഇനി നെക്സ്റ്റ് ആണ് ആൻ എൻ്റർപ്രൈസ് ഫേസസ് എ നമ്പർ ഓഫ് പ്രോബ്ലംസ് ഫ്രം ഇറ്റ്സ് ലൈഫ് ടൈം ആൻഡ് ടിൽ ഇറ്റ്സ് ക്ലോഷ്യർ അല്ലേ. അപ്പം തുടങ്ങിയതും തൊട്ട് ഒടുക്കം വരെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും എൻ്റർപ്രൈസിന്. ദീസ് മേ റിലേറ്റ് ടു ഒബ്ജക്റ്റീവ്സ്, ലൊക്കേഷൻ, സൈസ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ 2 ഒബ്ജക്റ്റീവ്സ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലേ. പിന്നെ കുറേ നമ്മൾ പറഞ്ഞിരുന്നു, പിന്നെ ലൊക്കേഷൻ, സൈസ്, ഫിസിക്കൽ ഫെസിലിറ്റീസ്, ഫിനാൻസ്, ഓർഗനൈസേഷൻ, സ്ട്രക്ചർ, പിന്നെ മാർക്കറ്റിംഗ്, ലീഗൽ ഫോർമാലിറ്റീസ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 categories. ഫിക്സ്ഡ് ഫാക്ടേഴ്സ് ആർ ദോസ് ഫാക്ടേഴ്സ് ഹൂസ് ക്വാണ്ടിറ്റി റിമെയിൻസ് അൺചേഞ്ച്ഡ് വിത്ത് ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പം ഔട്ട്പുട്ടിൽ എത്ര ചേഞ്ച് വന്നാലും ആ ഒരു ക്വാണ്ടിറ്റി, ഫിക്സ്ഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് ഫിക്സ്ഡ് ആയിരിക്കും, അതിൽ ഒരിക്കലും ഒരു മാറ്റം വരില്ല. ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ തന്നെ. ഇപ്പോൾ എൻ്റെ കേക്ക് ബിസിനസ്സിൽ ഞാൻ ഒരൊറ്റ ബീറ്ററേ വാങ്ങിച്ചിട്ടുള്ളൂ, അതുതന്നെയാണ് എത്ര ഔട്ട്പുട്ട് ഞാൻ ഉണ്ടാക്കിയാലും അത് ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഇനിയാണ് നമുക്ക് വാരിയബിൾ ഫാക്ടേഴ്സ് ഉള്ളതല്ലേ, ആർ ദോസ് ദ ക്വാണ്ടിറ്റി ഓഫ് വിച്ച് ചേഞ്ച് വിത്ത് ദ ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഡബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ വാരിയബിൾ ഫാക്ടേഴ്സും അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ഓൺലി ബിക്കോസ് ഓഫ് ദ വാരിയബിൾ ഫാക്ടേഴ്സ് ദ പ്രൊഡക്ഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ്. ഇനി പ്രൊഡക്ഷൻ ഫങ്ഷൻ ഇസ് ദ ടെക്നിക്കൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ടെക്നിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ് അല്ലേ. ഇപ്പോൾ സാമുവൽസൺ പറഞ്ഞിരുന്നു, സാമുവൽസൺ ഡിസ്ക്രൈബ്സ് പ്രൊഡക്ഷൻ ഫങ്ഷൻ ആസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മാക്സിമം എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദ ഇൻപുട്ട് റിക്വയർഡ് ടു മേക്ക്
that output it is defined for a given state of technology. ഒരു given state of technologyയിൽ നമ്മൾ മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതാണ് പ്രൊഡക്ഷൻ എന്നാണ് സാമുവൽസൺ പറഞ്ഞത്. ഗിവൺ ഇൻപുട്ട് തന്നെ. ഇത് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ പറഞ്ഞു അല്ലേ. ഇതിനെ തന്നെ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് എന്ന് പറയും. ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നല്ല പറയുക, വെറും ഡിമിനിഷിങ് റിട്ടേൺസ് ഈസ് റെലവൻറ്റ് വെൻ സം ഫാക്ടേഴ്സ് ആർ കെപ്റ്റ് ഫിക്സ്ഡ് ആൻഡ് അതേഴ്സ് ആർ വാരിഡ്. സം എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് വൺ ഫാക്ടർ, അറ്റ്ലീസ്റ്റ് വൺ ഫാക്ടറെങ്കിലും ഫിക്സ്ഡ് ആക്കി വെച്ചാൽ മതി. അതേഴ്സ് ആർ വാരിഡ്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ദ ഷോർട്ട് റൺ ഇൻ ദ ലോ വാരിയബിൾ പ്രൊപ്പോർഷൻ. ആ വാരി ചെയ്യുന്ന ഫാക്ടേഴ്സ്, ആ ഫാക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, ഇൻക്രിമെൻറ്റോ അല്ലെങ്കിൽ ഡിമിനിഷിങ്ങോ എന്തെങ്കിലും ഡിക്രീസോ ഇൻക്രീസോ ഒക്കെ ചെയ്യുന്നത് വാരിയബിൾ പ്രൊപ്പോർഷനിലായിരിക്കും. സെയിം പ്രൊപ്പോർഷനിലല്ല, വാരിയബിൾ പ്രൊപ്പോർഷനിൽ. ഇനി ദർ ആർ 3 സ്റ്റേജസ് ഓഫ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷന് തന്നെ 3 സ്റ്റേജസ് ഉണ്ട്. വേർ ലോ ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ് ഉണ്ട്, ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് ഉണ്ട്, ലോ ഓഫ് നെഗറ്റീവ് റിട്ടേൺസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതിൽ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് ആണ് ഒരു പ്രൊഡ്യൂസർ, ഒരു റാഷണൽ പ്രൊഡ്യൂസർ ചൂസ് ചെയ്യുക. പിന്നെ ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് ദ ടോട്ടൽ ഔട്ട്പുട്ട് റിസൾട്ടിങ് ഫ്രം എഫേർട്സ് ഓഫ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കമ്പൈൻഡ് ടുഗെദർ അറ്റ് എനി ടൈം അല്ലേ. ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ ഔട്ട്പുട്ടാണ് അല്ലേ. റിസൾട്ടിങ് ഫ്രം ദ എഫേർട്സ് ഓഫ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ എഫേർട്ട് കാരണം വരുന്ന ടോട്ടൽ പ്രൊഡക്റ്റ്. ലേബറും ലാൻഡും ക്യാപിറ്റലും അതുപോലെ ഓൺട്രപ്രണർഷിപ്പും മാനേജ്മെൻറ്റും എല്ലാം കൂടി വരുന്ന അവസാനം കിട്ടുന്ന ടോട്ടൽ പ്രൊഡക്റ്റ്, ടോട്ടൽ ഔട്ട്പുട്ടാണ്. പിന്നെ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ദ ടോട്ടൽ പ്രൊഡക്റ്റ് പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് വാരിയബിൾ ഫാക്ടർ. ടോട്ടൽ പ്രൊഡക്റ്റിൽ എന്ത് ചേഞ്ച് വന്നത്, എന്ത് അഡീഷനാണ് വന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വാരിയബിൾ ഫാക്ടർ മാറിയത് കൊണ്ടായിരിക്കും അവിടെ ചേഞ്ച് വന്നിട്ടുണ്ടാവുക. അതാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്, ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് വാരിയബിൾ ഫാക്ടർ മാറിയത് കൊണ്ടാണ് ഈ മാർജിനൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു അഡീഷണൽ പ്രൊഡക്റ്റ് വന്നത്. അല്ലാണ്ട് ഫിക്സ്ഡ് ഫാക്ടർ ഒരിക്കലും മാറൂല അല്ലേ. ഇനി ആവറേജ് പ്രൊഡക്റ്റ് ഇസ് ദ ടോട്ടൽ പ്രൊഡക്റ്റ് പെർ യൂണിറ്റ് ഓഫ് വാരിയബിൾ ഫാക്ടർ അല്ലേ. ഓരോ യൂണിറ്റ് ഓഫ് വാരിയബിൾ ഫാക്ടർ കാരണം വരുന്ന ടോട്ടൽ പ്രൊഡക്റ്റ്. ഓക്കെ, പെർ ആയിട്ടുള്ള ഒരു ലേബർ കാരണം വരുന്ന ടോട്ടൽ പ്രൊഡക്റ്റ്, അങ്ങനെ അതാണ് ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ എങ്ങനെ കാണുക, എ പി എങ്ങനെ കാണുക, ടി പി ബൈ ക്യൂ ചെയ്താൽ മതി. എം പി എങ്ങനെ കാണാം, ചേഞ്ച് ഇൻ ദ ടി പി ബൈ ചേഞ്ച് ഇൻ ദ ക്യൂ. ദ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ഡിസ്ക്രൈബ്സ്. ഇനി ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ഉണ്ടെങ്കിൽ അത് ലാർജ് സ്കെയിൽ ആണല്ലേ, ലോങ് റൺ ആണല്ലേ ഉദ്ദേശിക്കുന്നത്. So the law of returns to scale describes the relationship between inputs and outputs in the long run when all inputs are changed in the same proportion. Short run ആണെങ്കിൽ variable proportion. Returns to scale may be constant, increasing and decreasing. റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ ഉണ്ട്, രണ്ടും ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആവുന്ന അവസ്ഥ. പിന്നെ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ഉണ്ട്, ഇൻപുട്ട് ഒന്ന് കുറച്ച് കൊടുത്താൽ കുറേ ഔട്ട്പുട്ട് കിട്ടുന്നത്. പിന്നെ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ഉണ്ട്, ഇൻപുട്ട് കൊടുത്തതിനേക്കാളും കുറവായിരിക്കും ഔട്ട്പുട്ട്. പിന്നെ അപ്പോൾ ആ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലും ഡിമിനിഷിങ് റിട്ടേൺസും നമ്മൾ തെറ്റിക്കരുത്. പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ടല്ലോ. എന്താണ്, ഇവർ ആദ്യം എന്താണ് ഇൻക്രീസിങ് അറ്റ് ഡിക്രീസിങ് റേറ്റ് ആയിരിക്കും അല്ലേ. മറ്റേ ക്വസ്റ്റ്യൻ ഓർമ്മയില്ലേ? ഓക്കെ, രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. ഇനി കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ ഒക്യൂർ വെൻ ദ ഇൻപുട്സ് ഇൻക്രീസസ് ബൈ സെയിം പ്രൊപ്പോർഷൻ ആൻഡ് ദ ഔട്ട്പുട്ട് ഓൾസോ ഇൻക്രീസസ് ബൈ ദ സെയിം പ്രൊപ്പോർഷൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. മറക്കരുത്, ലീനിയർ ആണ്, അത് ഹോമോജീനിയസ് ആണ്, ഒരേ ഔട്ട്പുട്ടാണ് കിട്ടുക, യൂണിഫോം ഔട്ട്പുട്ടാണ് കിട്ടുക പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിലിൻ്റെ മറ്റൊരു പേര്. In increasing returns to scale occur when the input increases by some proportion and the output increases more than proportionately. അതായത് നേരത്തെ പറഞ്ഞ സം പ്രൊപ്പോർഷനില്ലേ, അതിനേക്കാൾ മോർ ദാൻ ആയിട്ടായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും ഔട്ട്പുട്ട്. ഇനി നെക്സ്റ്റ് ആണ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ഒക്യൂർ വെൻ ദ ഇൻപുട്ട് ഇൻക്രീസ് ബൈ സം പ്രൊപ്പോർഷൻ ആൻഡ് ദ ഔട്ട്പുട്ട് ഇൻക്രീസസ് ലെസ് ദാൻ ദാറ്റ് പ്രൊപ്പോർഷൻ. ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ്ലി. കണ്ടോ, എന്താണോ ഇൻക്രീസ് കൊടുത്തത്, സം പ്രൊപ്പോർഷന് നമ്മൾ ഇൻക്രീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇൻപുട്ടിൽ, അതിനേക്കാൾ കുറവാണ് ഈ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലിൽ ഔട്ട്പുട്ട് വരിക. ഇനി ഐസോകോൺസ് ഓർ പ്രൊഡക്ഷൻ ഇൻഡിഫറൻസ് കർവ്. ഐസോകോൺസ് ഓർ പ്രൊഡക്റ്റ് ഇൻഡിഫറൻസ് കർവ്.
show all those combination of different factors of production which give the same output to the producer. ഏത് കോമ്പിനേഷൻ അതിലെടുത്താലും സെയിം ഔട്ട്പുട്ട് ആയിരിക്കും കൊടുക്കുക. പ്രൊഡക്റ്റ് ഇൻഡിഫറൻസ് കർവ് എന്നാണ് ഇതിന് പറയുക. ഇനി പ്രൊഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റി സെയിം ആയിരിക്കും നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് പ്രൊഡക്റ്റ് ഇൻഡിഫറൻസ് കർവ് എന്ന് അതിന് പറയുന്നത്. പിന്നെ ഐസോ കോസ്റ്റ് ലൈൻസ് ഷോസ് വാരിയസ് കോമ്പിനേഷൻ ഓഫ് ടു ഫാക്ടേഴ്സ് വിച്ച് ദ ഫേം ക്യാൻ ബൈ വിത്ത് ഗിവൻ എക്സ്പെൻഡിച്ചർ ഓർ ഔട്ട്ലേ. ഇനി ബൈ കമ്പൈനിങ് ഐസോകോൺസ് ആൻഡ് ഐസോ കോസ്റ്റ് ലൈൻ എ പ്രൊഡ്യൂസർ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വിച്ച് ഇസ് ഓപ്റ്റിമം. That is the combination of factors of production which would minimize his cost of production. ഇപ്പോൾ മിനിമം കോസ്റ്റ് മാക്സിമം യൂട്ടിലൈസേഷൻ ആണല്ലോ ഒരു പ്രൊഡ്യൂസറുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ. അപ്പം മിനിമൈസ്ഡ് കോസ്റ്റിൽ കുറച്ച് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ, 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കണ്ടുപിടിക്കാനായിട്ട് ഈ ഐസോകോണ്ടും ഐസോ കോസ്റ്റ് ലൈനും ഒന്നിക്കുന്ന പോയിന്റിലാണ് കിട്ടുക. അപ്പോഴാണ് പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിലാവുന്നത്. ഫോർ പ്രൊഡ്യൂസിങ് എ ഗിവൺ ഔട്ട്പുട്ട് ദ ടാൻജൻസി പോയിന്റ് ഓഫ് ദ റെലവൻറ്റ് ഐസോകോണ്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇൻഡിഫറൻസ് കർവ് representing the output with an iso cost line represent the least cost combination of factors അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഐസോ കോണ്ട് ലൈനിന് എന്തെന്നാണ് പറയുന്നത്? റിപ്രസെൻറ്റിങ് ദ ഔട്ട്പുട്ട് ആണ് അല്ലേ. അപ്പം ഏത് പോയിൻ്റ് അതിലെടുത്താലും സെയിം ഔട്ട്പുട്ട് കിട്ടുന്ന ഫാക്ടേഴ്സും പിന്നെ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ റിപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഐസോ കോസ്റ്റ് ലൈൻ. ഇവർ രണ്ടും കൂടിയുള്ള ആ ഒരു ടാൻജൻസി പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെയാണ് പ്രൊഡ്യൂസർ പ്രൊഡക്ഷൻ ചെയ്യുക. ഫോർ പ്രൊഡ്യൂസിങ് എ ഗിവൺ ഔട്ട്പുട്ട് ദ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിലാവുന്നതും ഗിവൺ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ അവിടെയാണ്. Q&A സെഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യും. അപ്പം പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഐ എം പ്രൗഡ് ഓഫ് യു because you are serious and you are hearing my classes and you are taking efforts.